ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ്. നമ്മൾ ഇന്ന് റിവ്യൂവിന് എടുത്തിരിക്കുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. അതും ജി സ്റ്റാറിൻ്റെ റിമോട്ട് കിറ്റ് വെച്ചുള്ള ഒരു 2.1 ആംപ്ലിഫയർ. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ എല്ലാത്തിലും വിടുന്നത് പോലെ തന്നെ ഗ്ലോസി മാറ്റിൻ്റെയും ഫിനിഷിംഗ് ആണ് നമ്മൾ ഫ്രണ്ട് പാനലിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ റൈറ്റിംഗ് എല്ലാം ഗോൾഡിലും സെൻറ്ററിൽ മാത്രം ഒരു വൈറ്റിൻ്റെ ഒരു റൈറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്, അതൊരു ഭംഗി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൺട്രോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു എൻകോഡറാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളൊരു പവറിന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജി സ്റ്റാറിന് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ആ പാനൽ തന്നെ ഞാൻ അതിൻ്റെ USB സ്ലോക്കറ്റ് അവിടെ നിന്ന് ഇളക്കി മാറ്റിയിട്ട് അതോടൊപ്പം തന്നെ ബട്ടണെല്ലാം നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുക. USB സബിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് USB സോക്കറ്റ്. അവിടെ നിന്ന് ഇളക്കി റിമൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഓപ്ഷനല്ല. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ആമ്പിന് ഇച്ചിരി കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ അത്യാവശ്യം ആ ഒരു ബട്ടൺസ് ഒഴിവായപ്പോൾ തന്നെ നല്ലൊരു ഫ്രണ്ട് ലുക്ക്, നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ നല്ല നമുക്ക് തോന്നിക്കുന്നുണ്ട്. കറക്റ്റ് ഒരു AVR പോലൊക്കെ ആ ഒരു ജി സ്റ്റാറിൻ്റെ ഒരു കിറ്റ് നല്ല സൂപ്പർ കിറ്റാട്ടോ. നമുക്ക് ഇതിനകത്ത് മൈക്കിൻ്റെ ഓപ്ഷനൊന്നും നമ്മൾ ഇതിനകത്ത് ഫ്രണ്ട് പാനലിൽ നമ്മൾ കൊടുത്തിട്ടില്ല. അതുപോലെ ഈ ഒരു ആംപ്ലിഫയറിൽ മൈക്കിൻ്റെ ഓപ്ഷനും നമ്മൾ ഇട്ടിട്ടില്ല. കാരണം വെച്ചാൽ കസ്റ്റമർക്ക് മൈക്കിൻ്റെ ഓപ്ഷൻ വേണ്ട, അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം ഇല്ല. അപ്പോൾ ഇനി ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിൽ എന്തൊക്കെ പാർട്സുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിലോട്ട് കിടക്കാം. ഇൻസൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വയറിങ് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ കമ്പോണൻസ് വളരെ കുറവാണ്, എങ്കിലും ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പം റിമോട്ട് കിറ്റ് ആയതുകൊണ്ടാണ് അത്രയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ട്രാൻസ്ഫോമറിലോട്ട് കിടക്കാം. ഫസ്റ്റ് പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് 27027ൻ്റെ 8 ആംപിയറിൻ്റെ ഒരു ടാപ്പിങ്ങും 2424ൻ്റെ 6 ആംപിയറിൻ്റെ ഒരു ടാപ്പിങ്ങും 12012ൻ്റെ ഒരു 3 ടാപ്പിങ്ങും 012ൻ്റെ ഒരു ടാപ്പിങ്ങും നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് 24 വോൾട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ മോസ്ഫെറ്റിന് വേണ്ടിയാണ്. മോസ്ഫെറ്റിനകത്ത് ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ കമ്പനി സെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൈനിയറിൻ്റെ ഒരു കമ്പനി സ്പീക്കറാണ്. സബ് വൂഫറിന് വേണ്ടി 4 ട്രാൻസ്ഫർ വരുന്ന പാരലൽ മോണോ ചെയ്യുന്ന ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു മെഗാടെക്കിൻ്റെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 50 വോൾട്ടും 4700 കപ്പാസിറ്ററിലാണ് നമ്മൾ രണ്ടിനും ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടിന് 10 ആംപിയറിൻ്റെ ഡയോഡ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിംഗിൾ സപ്ലൈ വന്നിരിക്കുന്നത് റിമോട്ട് കിറ്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു സിംഗിൾ സപ്ലൈ എടുത്തിരിക്കുന്നത്. പിന്നെ വ്യൂ മീറ്റർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സപ്ലൈയുടെ ആവശ്യം വന്നില്ല. പിന്നെ ഇതിൽ വരുന്ന ഒരു സിംഗിൾ സപ്ലൈ നമ്മൾ ഫാന് വേണ്ടി, ലൈറ്റിന് വേണ്ടി, പിന്നെ ഒരെണ്ണം വരുന്നത് സബ് ഫിൽറ്ററിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു ജി സ്റ്റാറിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ വയസ്സിനെല്ലാം കൂടെ നീളം പോരായിരുന്നു. അപ്പോൾ നമ്മൾ അഡീഷണൽ വയറിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതും നീറ്റായിട്ട് ഒരു സൈഡിൽ കൂടെ നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ സബ് ഫിൽറ്റർ നമ്മൾ അഡീഷണൽ ഒരു എക്സ്ട്രാ ഒരു പഞ്ചിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്തതാണ്. അത് യൂണിവേഴ്സൽ ഓഡിയൻസിൻ്റെ സബ് ഫിൽറ്റർ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം ഓവറായിട്ടുള്ള ബേസും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ട്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെഗാടെക്കിൻ്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു. നമ്മളത് 2 ചാനലും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്ക് 2.1ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്തിട്ട്. പിന്നെ ബനാന സോക്കറ്റാണ് നമ്മൾ സബ് വൂഫറിന് വേണ്ടി, സ്പീക്കറിന് വേണ്ടി നോർമൽ സോക്കറ്റുമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു കൂളിംഗ് ഫാനും അതിനോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഒരു ഹീറ്റ് സിങ്കും ചാനൽ ബോർഡിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടോൺ കൺട്രോളായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ ഓഡിയൻസിൻ്റെ ടോൺ കൺട്രോളായിരുന്നു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലാണ് നമ്മൾ ഈ റെഗുലേറ്റർ സപ്ലൈ വെച്ചിരിക്കുന്നത്. അത് ലൈറ്റിന് വേണ്ടിയുള്ള കണക്ഷനായിരുന്നു നമ്മൾ ആ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിലൊരു ഹീറ്റ് സിങ്ക് വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഹൈഫൈ സെറ്റിന് വേണ്ടി ചെയ്തെടുത്തതായതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ടോൺ കൺട്രോൾ ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ ഉപയോഗിച്ചത്. ആ ഒരു സ്പീക്കറുമായിട്ട് നല്ല രീതിക്ക് ഒരു മാച്ചിങ് കിട്ടാൻ വേണ്ടി, പിന്നെ സബ് വൂഫറും ആ ഒരു ബേസ് സ്പീക്കറിൻ്റെ കൂടെ തന്നെ മാച്ചിങ് ലെവൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അതിൻ്റേതായ രീതിയിലാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം പാട്ട് കേട്ട് നോക്കിയിട്ടാണ് നമ്മൾ ട്രയൽ എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലായിട്ട് വരുന്നത്. പക്ഷേ ആംപ്ലിഫയർ നല്ല ഒരു ലുക്കുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു AVR പോലൊക്കെ ഒരു ഫീലുണ്ട്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ അതുപോലൊപ്പം തന്നെ വർക്ക് ചെയ്യുമ്പോഴും ഹൈഫൈ സെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നല്ല ക്വാളിറ്റിയാണ് ആംപ്ലിഫയർ. പാട്ട് കേൾക്കാനായാലും നല്ല അടിപൊളിയാണ്. സബും ഒപ്പത്തിനൊപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോസൊക്കെ വരാൻ ഡിലേ ആവുന്നത് നമുക്ക് വർക്ക് വളരെയധികം കൂടുതലായിട്ട് കിടപ്പുണ്ട്. ടൈം കുറവാണ് വീഡിയോസ് ചെയ്യാനും എടുക്കാനൊക്കെ ഉള്ള. അതിൻ്റെ ക്യാബിനറ്റ് എല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കുകൾ ഇനി പെൻഡിങ് കിടക്കുക, എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെ റീവർക്കിന് വന്നിരിക്കുന്ന ഒരു കാസറ്റ് മെക്കാനിസം യൂസ് ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ്. ഈ വർക്കുകളെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റേ കാസറ്റ് മെക്കാനിസം ആൾട്രേഷൻ ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ഉണ്ട്, അത് ഉറപ്പായിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു ടെസ്റ്റിംഗ് വീഡിയോയും കൂടെ വീഡിയോസിൻ്റെ കൂടെ ആഡ് ചെയ്യാവോ എന്ന്.
പക്ഷെ കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്യാത്തത്. ഞാൻ ഒട്ടുമിക്കലും സോങ് ഇട്ടാണ് ചെക്ക് ചെയ്യുന്നത്, പാട്ടുകളിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അത് അത്യാവശ്യം പഴയ പാട്ടുകളൊക്കെ ഇട്ടാണ് ടെസ്റ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് പാട്ടുകളൊക്കെ കോപ്പിറൈറ്റിങ് അടിക്കാത്ത കുറച്ച് സോങ്സൊക്കെ ഞാൻ പെൻഡ്രൈവിലോട്ട് ആക്കുന്നുണ്ട്. അതിനുള്ളൊരു ടൈം ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാനത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ അന്നേരം ഈ വീഡിയോസിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇതേ സ്പെക്ക് വെച്ച് ആംപ്ലിഫയർ വേണം എന്ന് ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ വാട്സാപ്പ് വഴി അവർക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഹെഡ്ഫോൺ വെച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. അടുത്തതായിട്ട് വരുന്ന ഒരു ആംപ്ലിഫയർ നമ്മളൊരു മാസ്റ്റർ പീസ് ആംപ്ലിഫയർ ആണ്. അതിനകത്ത് 3D എഫക്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഹെവി ആയിട്ടൊരു ആംപ്ലിഫയർ ആണ്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊരു 2.1 ആംപ്ലിഫയറിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലൊരു കിട്ടില്ല ആംപ്ലിഫയറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.